നമ്മൾ ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമ ഞാൻ കണ്ടു. വളരെ മനോഹരമായ ഒരു സിനിമയാണ്. ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഞാൻ നിങ്ങളെ മനസ്സിലാക്കുന്നതിന് പകരം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കും. ഒരു മനുഷ്യൻ 900 രൂപ ബൊഫേ കഴിച്ചു, അതിനുശേഷം ഒരു 4 ബിയർ കഴിച്ചു, പോയി ഒരു 4000 രൂപയുടെ അല്ലെങ്കിൽ ഒരു 10000 രൂപ പർച്ചേസ് ചെയ്തു. ഇതൊക്കെ ചെയ്തിട്ട് നമ്മളെങ്ങനെ ഇന്നത്തെ ദിവസം ആഘോഷകരമാണ് ജീവിതശൈലി നിങ്ങൾ ഇതാണ് സൂക്ഷിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ സിനിമ കാണണം. നമ്മൾ എത്ര റോയലായിട്ടാണ് ജീവിക്കുന്നത് എന്നുള്ളത് ആ സിനിമ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതേസമയം ആ സിനിമ കാണുന്നത് ഞാൻ ഈ പറയുന്നതിന് അതിൻ്റെതായ സെൻസി മാത്രമേ നിങ്ങൾ എടുക്കാവൂ. ജീവിതം മുഴുവനും നിങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നാളെ രാവിലെ എങ്ങനെ ലോൺ അടയ്ക്കണം, പിള്ളേർക്ക് നാളെ ഫീസ് കൊടുക്കാനുണ്ട്, ജപ്തി നോട്ടീസ് വന്ന് കിടക്കുന്നു, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു വിഭാഗത്തിലിരിക്കുന്ന വളരെ ജീവിക്കാൻ ഒരു നിർവാഹമില്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ 2.5 മണിക്കൂർ ചെലവഴിക്കാൻ വേണ്ടി ഈ സിനിമ കാണാൻ വേണ്ടി പോകണം. നിങ്ങളുടെ ജീവിതത്തിനെ നിങ്ങൾ ശരിക്കും എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് ലെവൽ വരെയുള്ള മനുഷ്യനെ ഒരു തിരിച്ചറിവ് കൊടുക്കുന്നതാണ്. പക്ഷേ അതല്ല, നിങ്ങൾ നിങ്ങളുടെ സമയം കുറച്ച് നേരം നിങ്ങൾ നിങ്ങളുടെ ഗേൾഫ്രണ്ടുമായിട്ട് പോയി, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയായിട്ട് നിങ്ങളൊന്ന് അടിച്ചു വിളിക്കാൻ വേണ്ടി പോവുക, ഈ സിനിമയ്ക്ക് പോയിട്ട് കാര്യമില്ല. അപ്പോൾ കാരണം എന്ന് പറയുന്നത് ആ പാട്ടിന് ശേഷമുള്ളതെല്ലാം ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന യഥാർത്ഥ ദുഃഖങ്ങളും അയാൾ കടന്നു പോകുന്ന കാര്യങ്ങളും ഭ്രാന്തമായ സത്യം അത് തുറന്നു കാണിക്കുക. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിനെ പല സിനിമകളും കാർന്നെടുക്കാറുണ്ട്. പക്ഷേ ആ സിനിമ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയാൽ പോലും നമ്മുടെ ഹൃദയത്തിനെ അത് കഴിച്ചു തീർത്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ ഈ സിനിമയ്ക്ക് ഒരു റിവ്യൂ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരാളൊന്നുമല്ല. പക്ഷേ നിങ്ങളുടെ കൂട്ടുകാരെ നിങ്ങൾ ഈ സിനിമ കാണാൻ വേണ്ടി പ്രചോദിപ്പിക്കും. ഈ സിനിമയുടെ പ്രൊമോഷനൊന്നുമില്ല, നിങ്ങൾ സിനിമ കാണാൻ വേണ്ടി പ്രചോദിപ്പിക്കണം. കാരണം എല്ലാ ദിവസവും ഹാഷ് പുഷ് ആയിട്ട് പോകുന്ന ആൾക്കാർ ഒരു പ്രാവശ്യം ഈ സിനിമ ഒരു റിമൈൻഡറാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങളെല്ലാവരും ഈ സിനിമ കാണണം. കാരണം എങ്കിൽ നമ്മളിലുള്ള മനുഷ്യത്വം നമ്മൾ കുറേ കൂടെ നമുക്കത് മനസ്സിലാക്കാനും ഉപകരിക്കും. ഓക്കെ, താങ്ക് യു.